ശമ്പള പരിഷ്കരണത്തിനായി കാത്തിരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വീണ്ടും പ്രതീക്ഷ നൽകി ഫിറ്റ്മെന്റ് ഫാക്ടർ. നിലവിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകം അടിസ്ഥാനമാക്കി 34% വരെ വർധനവുണ്ടാകുമെന്നാണ് ശക്തമായ സൂചനകൾ. ശമ്പള പരിഷ്കരണത്തിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. ഇപ്പോൾ വരാനിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ ഒരു പ്രധാന പരിഷ്കരണം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചിരുന്നു. ഈ വർഷം ജനുവരി 1 മുതലാണ് 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത്. ശമ്പള കമ്മീഷൻ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് ഫിറ്റ്മെന്റ് ഘടകത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇതിനോടകം തന്നെ 8ാം ശമ്പള കമ്മീഷനിൽ പരിഗണിക്കാൻ പോകുന്ന ഫിറ്റ്മെന്റ് ഘടകങ്ങളെ സംബന്ധിച്ച് വലിയ ഊഹാപോഹങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകം അടിസ്ഥാനമാക്കി 34% വരെ വർധനവുണ്ടാകുമെന്നാണ് ശക്തമായ സൂചനകൾ. ലക്ഷക്കണക്കിന് ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ശമ്പളം, പെൻഷനുകൾ, അലവൻസുകൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനായി 2025 നവംബർ 3 കേന്ദ്ര സർക്കാർ ഔപചാരികമായി 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത്. പാനലിന് ശുപാർശകൾ സമർപ്പിക്കാൻ 18 മാസത്തെ സമയപരിധി നൽകിയിരുന്നു. അടുത്തിടെ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പാർലമെന്റിൽ ശമ്പള കമ്മീഷനെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. പങ്കജ് ചൗധരി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകൾ പ്രകാരം കമ്മീഷൻ റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന് മുമ്പ് അലവൻസുകളും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള ശമ്പള ഘടനയുടെ പ്രധാന വിവരങ്ങൾ പരിശോധിക്കും. സമയപരിധി പാലിച്ചാൽ 2027 മധ്യത്തോടെ തന്നെ ശുപാർശകൾ തയ്യാറാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും പുതുക്കിയ ശമ്പള സ്കെയിലുകൾ നടപ്പിലാക്കുന്നതിന് അതിനുശേഷം കൂടുതൽ സമയമെടുത്തേക്കും. 8ാം ശമ്പള കമ്മീഷനും 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകമായിരിക്കും പരിഗണിക്കുക എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകളിൽ നിന്ന് ശമ്പള പരിഷ്കരണം സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാർച്ച് 31 വരെയായിരുന്നു അതിനുള്ള അവസാന തീയതിയും. എന്തായാലും ശമ്പള പരിഷ്കരണത്തിനായി കാത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ പ്രതീക്ഷ നൽകുന്നതാണ് ഫിറ്റ്മെന്റ് ഘടകവും. നിലവിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകം അടിസ്ഥാനമാക്കി 34% വരെയുള്ള വർധനവ് അതുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായ സൂചനകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.